നമസ്കാരം. സഖാക്കളെ വെട്ടിയൊതുക്കിയത് മന്ത്രി പി രാജീവ്. പിണറായിയെ അഴിഞ്ഞാടാൻ വിട്ടത് പാർട്ടി. ഇടതുപക്ഷത്തിന്റെ കനത്ത തോൽവിക്ക് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് മുന്നമ്പിയും ഇടത് സഹയാത്രികനുമായിട്ടുള്ള സെബാസ്റ്റ്യൻ പോൾ അടക്കം രംഗത്ത് വന്നു കഴിഞ്ഞു. പലരും പലതരത്തിൽ ഈ പറയുന്ന പിണറായി വിജയനെയും പാർട്ടി സെക്രട്ടറിയും ഒക്കെ തെറിവിളി കൊണ്ട് പൂരപ്പാട്ട് നടത്തുകയാണ്. അതിലൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല. പാർട്ടിയും സംസ്ഥാന സെക്രട്ടറിയും ചേർന്ന് പിണറായിയെ അഴിഞ്ഞാടാൻ വിട്ടതാണ് ഇപ്പോഴത്തെ ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് സെബാസ്റ്റ്യൻ പോൾ അടക്കം തുറന്നടിക്കുകയാണ്. പിണറായി എന്ന വ്യക്തിയാണ് പ്രശ്നമെന്നും അദ്ദേഹത്തിന്റെ ഏകാധിപത്യ ശൈലി ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നുകൂടി സെബാസ്റ്റ്യൻ പോൾ പറയുന്നുണ്ട്. ഭരണത്തെക്കാൾ ഉപരി പിണറായി വിജയൻ എന്ന വ്യക്തിയോടുള്ള രോഷമാണ് വോട്ടായി മാറിയതെന്നാണ് പറയപ്പെടുന്നത്. ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു മിനിമം ഡീസൻസി അത് മുഖ്യമന്ത്രിയുടെ വാക്കിലും പ്രവൃത്തിയിലും ഉണ്ടാകേണ്ടതായിരുന്നു. സ്നേഹിക്കാൻ കൊള്ളാവുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ജനത്തിന് വേണ്ടത്. ആനുകൂല്യങ്ങൾ നൽകിയോ സാമ്പത്തിക മെച്ചങ്ങൾ കാണിച്ചോ ജനങ്ങളുടെ ഈ വികാരം തണുപ്പിക്കുവാൻ കഴിയില്ല എന്നും സെബാസ്റ്റ്യൻ പോൾ വ്യക്തമാക്കുകയാണ്. പിണറായി വിജയനെതിരെ വോട്ട് ചെയ്യാൻ ഓരോരുത്തർക്കും വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മന്ത്രി പി രാജീവിനെതിരെയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് സെബാസ്റ്റ്യൻ പോൾ ഉയർത്തിവെക്കുന്നത്. എറണാകുളത്ത് മറ്റൊരാൾ വളരാതിരിക്കാൻ പി രാജീവ് ബോധപൂർവം ശ്രമിക്കുകയാണ് എന്നുകൂടി പരോക്ഷമായി ആരോപിക്കുകയാണ് സെബാസ്റ്റ്യൻ പോൾ. പല നേതാക്കളെയും അപമാനിച്ചു പുറത്തുവിട്ടു, ചിലരെ മനഃപൂർവ്വം മാറ്റി നിർത്തി. നേതാക്കളെ നിഷ്കാസിതരാക്കുന്ന ഈ പ്രവണതയാണ് എറണാകുളത്ത് പാർട്ടിയെ വലിയ തോൽവിയിലേക്ക് തള്ളിവിട്ടത് എന്ന് കൂടി സെബാസ്റ്റ്യൻ പോൾ വെളിപ്പെടുത്തുകയാണ്. പിണറായി വിജയൻ പരാജയപ്പെട്ട മുഖ്യമന്ത്രിയാണ് എന്ന അഭിപ്രായം തനിക്കില്ല എന്ന് കൂടി പറയുമ്പോഴും നിലവിലെ ശൈലിയാണ് വിനയായത് എന്ന് സെബാസ്റ്റ്യൻ പോൾ ആവർത്തിക്കുകയാണ്. പ്രതിസന്ധികളിൽ സംയോജിതമായി ഉയർന്നു പ്രവർത്തിച്ച ആളാണെങ്കിലും വ്യക്തി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ അത് പാളിപ്പോയെന്നും പാർട്ടിക്കുള്ളിൽ ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്ത അവസ്ഥ പിണറായിയെ അമിതമായി അഴിഞ്ഞാടാൻ പ്രേരിപ്പിച്ചു എന്നുകൂടി വിമർശനങ്ങളുണ്ട്. ഇടതു കോട്ടകളിൽ വിള്ളലുണ്ടായപ്പോൾ സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ ഉയരുന്ന ഈ വിമർശനങ്ങൾ CPI-എമ്മിനെ ശരിക്കും വെട്ടിലാക്കുന്നുണ്ട്. പി ജയരാജനെ പോലുള്ളവരും പരോക്ഷ വിമർശനവുമായിട്ട് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേരിട്ട കനത്ത പരാജയത്തിൽ അതിലെ പ്രതികരണമാണ് ജയരാജനിൽ നിന്നും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പരാജയം CPM-നെ സംബന്ധിച്ച് ഒന്നിന്റെയും അവസാനമല്ല എന്നുകൂടി അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിപ്പിടുന്നുണ്ട്. ജനകീയ സമരങ്ങളിലൂടെയും പ്രത്യയശാസ്ത്ര പോരാട്ടങ്ങളിലൂടെയും പാർട്ടി കരുത്താർജിക്കുമെന്ന് കൂടി പറഞ്ഞു വെക്കുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്നും താൻ സ്വയം പരിശോധിച്ച് തിരുത്തേണ്ട പാഠഭാഗങ്ങൾ ഉണ്ട് എന്നും നേരത്തെ തുടങ്ങി വെച്ച തെറ്റുതിരുത്തൽ പ്രക്രിയ തുടരേണ്ടത് ആവശ്യമാണ് എന്നുകൂടി കുറിച്ചു വെക്കുന്നുണ്ട് പി ജയരാജൻ. കേരളം വലതുപക്ഷവൽക്കരണത്തിലേക്ക് നീങ്ങുന്നതിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും RSS ഉയർത്തുന്ന വെല്ലുവിളികളെ ശക്തമായിട്ട് പ്രതിരോധിക്കണമെന്നും ആ കുറിപ്പിൽ പറയുന്നുണ്ട്. അപ്പോൾ ഭരണരംഗത്തോ പാർലമെന്ററി പ്രവർത്തനങ്ങളിലോ കടന്നുകൂടുവാൻ സാധ്യതയുള്ള അപജയങ്ങൾ തിരുത്തുവാൻ സംഘടനയ്ക്കകത്ത് തന്നെ നിരന്തരമായിട്ടുള്ള ശ്രമങ്ങൾ ആവശ്യമാണ് എന്ന് കൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. 10 വർഷത്തെ ഇടതുപക്ഷ ഭരണം നടത്തിയ ക്ഷേമ വികസന നേട്ടങ്ങളെക്കാൾ വലതുപക്ഷം നടത്തിയ കൊണ്ടുപിടിച്ച പ്രചരണങ്ങളാണ് ഒരു വിഭാഗം ജനങ്ങളെ UDF പക്ഷത്തേക്ക് എത്തിച്ചത് എന്നുകൂടി അഭിപ്രായമുണ്ട്. അതിനാൽ കേരളത്തിന്റെ വലതുപക്ഷ വൽക്കരണത്തിനെതിരായിട്ടുള്ള തീക്ഷ്ണമായിട്ടുള്ള സമരങ്ങൾ ഇടതുപക്ഷം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള ആഹ്വാനം നൽകുകയാണ് ഇതിലൂടെ. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും പാഠങ്ങൾ പഠിച്ചു മുന്നോട്ട് പോകുവാൻ ഈ പാർട്ടിക്ക് കഴിയണം. തെറ്റ് തിരുത്തുവാൻ ഈ പാർട്ടിക്ക് കഴിയണം. വ്യക്തിപൂജകൾ ഒഴിവാക്കാൻ ഈ പാർട്ടിക്ക് കഴിയണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പാർട്ടി ചരിത്രത്തിന്റെ ഭാഗമായി തീരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരാളെയും ഇങ്ങനെ വെട്ടിയൊതുക്കുവാൻ ഒരാൾക്കും കഴിയില്ല. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമുക്ക് മുമ്പിൽ ഉദാഹരണങ്ങളായി നിൽക്കുന്നത്. പാർട്ടിയെ ചോദ്യം ചെയ്യപ്പെടാൻ കഴിയേണ്ടതാണ് എന്നുള്ളതിനുള്ള ഉദാഹരണങ്ങളാണ് ഒന്ന് അമ്പലപ്പുഴയിലെ G സുധാകരനും, മറ്റൊന്ന് ഈ പറയുന്ന കുഞ്ഞികൃഷ്ണേട്ടനും, മറ്റൊന്ന് TK ഗോവിന്ദനും ഒക്കെ. ഇവർ പാർട്ടിയോട് വളരെ കൃത്യമായി കാര്യങ്ങൾ വെളിപ്പെടുത്തിയതാണ്. ഇതല്ല പാർട്ടി ചെയ്യേണ്ടതെന്ന് പറഞ്ഞതാണ്, തെറ്റ് തിരുത്താൻ ആവശ്യപ്പെട്ടതാണ്. അന്ന് അവരെ പുറത്താക്കി. ഇന്നവർ ശരികളാണ് എന്ന് ജനം തിരുത്തി എഴുതി കൊടുത്തു. അപ്പോൾ ഇനിയെങ്കിലും ഈ പിണറായിയെ അഴിഞ്ഞാടാൻ വിട്ടതുപോലെ ഈ പാർട്ടി ഇനി ആരെയും അത്തരത്തിൽ അഴിഞ്ഞാടാൻ വിടരുത്. അങ്ങനെ വിട്ടാൽ ഈ പാർട്ടി ഇനി ഉണ്ടാകില്ല. ഇനിയെങ്കിലും വലതുപക്ഷവൽക്കരണത്തിനെതിരെ വലിയ സമരങ്ങൾ നയിച്ചിട്ടാണെങ്കിലും ശരി, ഈ പാർട്ടി തളർന്നു പോകരുത്. ഇവിടെ ഉയർത്തെഴുന്നേൽക്കേണ്ടതുണ്ട്.